നമസ്കാരം. കഴിഞ്ഞ 28 വർഷക്കാലമായി ക്രിസ്തീയ അനുഭവത്തിലേക്ക് വന്ന്, ക്രിസ്തീയ നവീകരണത്തിലേക്ക് വന്ന്, ഡിവൈൻ ധ്യാന കേന്ദ്രത്തോട് ചേർന്ന് വളരെ സജീവമായി തന്നെ സുവിശേഷ പ്രഘോഷകനായി ശുശ്രൂഷ ചെയ്യുന്ന കെ തങ്കച്ചൻ, ബ്രദർ തങ്കച്ചനാണ് ഇന്ന് നമ്മോടൊപ്പം ശുശ്രൂഷ ജീവിതവും അതുപോലെ തന്നെ സ്വകാര്യ ജീവിത വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഏകദേശം 28 വർഷക്കാലമായി ക്രിസ്തീയ നവീകരണത്തിലേക്ക് വന്നിട്ട്, എനിക്ക് നവീകരണത്തിൽ വന്ന തങ്കച്ചൻ ബ്രദറിനെ അറിയുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ ഒരു ക്രിസ്തീയ അനുഭവത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കെ തങ്കച്ചൻ ജീവിതം? യെസ്. ഞാൻ ഒരു 15-ാമത്തെ വയസ്സോട്ട് തന്നെ ഒരു ചെറിയ ജോലിയിലേക്ക് പ്രവേശിച്ചു. ഏകദേശം ഒരു 10 വർഷം വലിയ വരുമാന മാർഗമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും ആ ജോലിയിൽ തന്നെ തുടർന്നു. അതിനുശേഷം ഞാനൊരു ബിസിനസ് ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഞാനൊരു ഹിന്ദു ഈഴവ സമുദായത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതങ്ങളൊക്കെ അതിന് ചേർന്ന വിധം തന്നെ ഞാൻ കൊണ്ടുപോയിരുന്നു. അങ്ങനെ തന്നെ അമ്പലത്തിൽ പോവുക, എല്ലാ കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം അതൊരു നല്ല നിലയ്ക്ക് തന്നെ ഞാൻ കൊണ്ടുപോയിരുന്നു. അതിനുശേഷമാണ് മറ്റുള്ള ഈ പുതിയ മേഖലകളിലേക്ക് വരാനായിട്ട് ഇടയാകുന്നത്. ആ സമയത്തൊക്കെ ജീവിതത്തിൽ ഒത്തിരി പ്രാരാബ്ദങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒത്തിരിയേറെ അലട്ടിയിരുന്നു. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അനുഭവിച്ചറിഞ്ഞാണ് ഈ കഴിഞ്ഞ കാലഘട്ടം അത്രയും ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു 28 വർഷക്കാലം എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. തീർച്ചയായിട്ടും ഇത്രയും തീക്ഷ്ണമായി ഈ ഒരു മേഖലയിൽ തന്നെ നിൽക്കാനും മുൻപത്തേതിനേക്കാൾ കൂടുതൽ ആത്മീയ ജീവിതത്തിൽ ശക്തിപ്പെടാനും സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നയിച്ച ഒരു അനുഭവം എന്ന് പറയുന്നത് അത്രയും തീക്ഷ്ണമായിരിക്കും അല്ലേ? ഒന്ന് പറയാം, ആ ഒരു അനുഭവം പറയാമോ? ഒരു വലിയ പറഞ്ഞാൽ തീരാത്ത ഒരു ദൈവാനുഭവമാണ് എൻ്റെ പിന്നിലുള്ളത്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഇന്റർകാസ്റ്റ് മാരേജ് തന്നെയാണ്. ബ്രദർ ഇപ്പോ ഹിന്ദു വിശ്വാസത്തിലുള്ളതായിരുന്നു, അപ്പം ചേച്ചി ആള് ഒരു ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്നു. ട്രഡീഷണൽ മാരേജ്, പിന്നെ അമ്പലത്തിൽ വെച്ച് കെട്ടി ഞങ്ങളുടെ കുടുംബമായിട്ടൊക്കെ ചേർന്നൊരു ജീവിതമായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് യേശു അനുഭവത്തിലേക്ക് വരാൻ ദൈവം വഴിയൊരുക്കിയത്. അത് എൻ്റെ 2ാമത്തെ കുട്ടിക്ക് ഒരു സോറിയാസിസ് എന്ന രോഗം ബാധിക്കുക. ജനിച്ചൊരു 3-ാമത്തെ വയസ്സിൽ ആരംഭിച്ചു. 4 വർഷം ഈ രോഗത്താൽ ആ കുഞ്ഞ് വളരെയേറെ കഷ്ടപ്പെട്ടു. ഹോൾ ബോഡി പഴുത്ത് വിണ്ട് കയറി അവല് പോലെ തൊലി ഇളകി ഒരു മാംസപിണ്ഡം എന്നുള്ള നിലയിലേക്ക് 4 വർഷം കൊണ്ട് എത്തിച്ചേർന്നു. ഏത് പ്രായത്തില്? അതൊരു 3-ാമത്തെ മാസം ആരംഭിച്ച രോഗമാണ്. നീണ്ട 4 വർഷവും കണ്ടിന്യൂസ് ചികിത്സയാണ്. ആശുപത്രിയിൽ നിന്ന് ആശുപത്രിയിലേക്ക് വീട്ടിലേക്കില്ല. വീട്ടിലേക്കൊക്കെ വരുന്നത് കുറച്ച് പൈസയൊക്കെ കടം വാങ്ങിക്കാനാണ് വീട്ടിലേക്കൊക്കെ വരാറ്. അത്രയും സ്ട്രോങ് ആയിരുന്നു, പറഞ്ഞറിയിക്കാനാവാത്ത തരത്തിലുള്ള അത്രമാത്രം മാരകമായ. അതിനൊരു ട്രീറ്റ്മെന്റ്, പെർമനന്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അങ്ങനെ കേരളത്തിൽ എന്തെല്ലാം ചികിത്സ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം അലോപ്പതി, ഹോമിയോപ്പതി, സിദ്ധവൈദ്യം, അങ്ങനെ എല്ലാ ട്രീറ്റ്മെന്റുകളും ഹോമിയോ എല്ലാം ചെയ്ത് നോക്കി. എത്ര ചെയ്യാൻ പറ്റുമോ, വൈദ്യശാസ്ത്രത്തിന് എന്തെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ ശ്രമിച്ചു നോക്കി. 4-ാമത്തെ വർഷം കുഞ്ഞ് മരിക്കാറായി. ഇപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞു അവൻ മരിക്കുകയാണ്, അല്ലെങ്കിൽ താമസിക്കാതെ അവൻ മരിക്കും, ഇനി ട്രീറ്റ്മെന്റ് നിങ്ങൾ നോക്കണം, കൊണ്ടുപോയിക്കൊള്ളണം. അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ആത്മഹത്യ അല്ലാതെ ഒരു മുമ്പോട്ടൊരു മാർഗം ഇല്ലാണ്ട് തോന്നും. കാരണം മാറാത്ത ഒരു രോഗമാണ് അത്. കൊച്ചിന്റെ മരണത്തോടെ മാറത്തുള്ളൂ. 2ാമത്തെ കേസ് തീരാത്ത കടവാണ്. സ്വന്തമായിട്ടൊരു വീടില്ല, വാടകയ്ക്കാണ്. ഈ വാടകക്കാരനെ ഇറക്കി വിടാത്തത് ഈ കുഞ്ഞിനെ കണ്ടിട്ടാണ് ഇറക്കി വിടാത്തത്. ഈ ലോകത്തിലൂടെ കുടുംബ ബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും മറ്റെല്ലാ നയതന്ത്ര ബന്ധങ്ങളും പറയാം എല്ലാം അവസാനിച്ചു. ഭൂമിയിൽ ഒറ്റയ്ക്കായിപ്പോയ ഒരവസ്ഥ
ഒരവസ്ഥ. ഞങ്ങൾ വിശ്വസിച്ചിരുന്ന ആരാധിച്ചിരുന്ന ദൈവങ്ങൾക്കൊന്നും ആ വഴികളൊക്കെ ഞങ്ങൾ ഒത്തിരി നോക്കി. പക്ഷെ ഒന്നും ഒരു ദൈവാനുഭവം കണ്ടെത്താൻ കഴിയാതെ ഞാനിങ്ങനെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, നമുക്കിനി ജീവിക്കണ്ട. അത് നമ്മൾ ഈ അവസ്ഥയിൽ പോലും നോക്കാൻ ആരുമില്ല. ഇപ്പോൾ ഒരു മോനുണ്ട്, മൂത്തവനാണ്, കുഴപ്പമില്ല, അനിയപ്പ്. അപ്പം അവനെ തന്നെ ഈ ഭൂമിയിൽ വെച്ചിട്ട് പോയാൽ അവനെ നോക്കാൻ പോലും ആരുണ്ടാവില്ല. അപ്പോൾ ഒരുമിച്ച് മരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ ഞങ്ങൾ പതുക്കെ അടുത്തു വരിക. ഈ സമയത്താണ് കർത്താവ് ഒരു ഹിന്ദു പെൺകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് അയക്കുന്നത്. അവളുടെ ഡിവൈൻ ധ്യാനം എല്ലാം കൂടി ദൈവാനുഭവത്തിലായിട്ട് ഞങ്ങളോട് പറഞ്ഞു യേശുവിനെ കുറിച്ച്. എനിക്ക് ഒത്തിരി ക്രിസ്തീയ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരാരും ഒരിക്കലും യേശുവിനെ കാണിച്ചു തരാനായിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നോ, ഇങ്ങനെ ഒരു യേശു ഉണ്ടെന്നോ, യേശു ഒരു സൗഖ്യദായകനാണെന്നോ, അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നു പറഞ്ഞു തരാൻ അവര് ശ്രമിച്ചിട്ടില്ലെന്നല്ല. എനിക്ക് തോന്നുന്നത് ആത്മീയമായ ഒരു അറിവ് ആ കാലഘട്ടത്തിൽ അവർക്കില്ലായിരുന്നു. അതുകൊണ്ട് ഈ മകൾ പറഞ്ഞ അനുസരിച്ച് ധ്യാനിക്കാൻ പോവാം. നമ്മൾ ചോദിച്ചു വന്നത് എന്തുകൊണ്ടാണ് അത്ര തീക്ഷ്ണത. അങ്ങനെ ഒരു ആശ്രയത്വം ഇല്ലാതെ ഇറങ്ങിത്തിരിച്ച ഞാൻ ചെറിയ ഡിവൈനില്ല, പറയാൻ പറ്റുന്നില്ല. അവിടെ വെച്ച് ഒരത്ഭുതങ്ങളുടെ കലമുറയിലേക്കാണ് ഞാൻ ഇറങ്ങിച്ചെന്നത്. എൻ്റെ ഒരു 37 വർഷത്തെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കാണാത്ത, ഒരിക്കലും ഇങ്ങനെ പ്രവർത്തിക്കുമെന്ന് കരുതാത്ത ഒരു യേശുവിനെ കണ്ടുകൊണ്ട് ഞാൻ നോക്കുമ്പോൾ തളർവാദ രോഗികൾ എഴുന്നേക്കുന്നു, ക്യാൻസർ രോഗികൾ, കിഡ്നി ഫെയിലിയർ ഒക്കെ സൗഖ്യമാവുകയാണ്. നിരവധി ആളുകൾ മുൻകാല സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതൊക്കെ എൻ്റെ ജീവിതത്തെ വളരെയേറെ സ്പർശിച്ചു. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടി അങ്ങനെ ശുശ്രൂഷയോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥനയോടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടാമത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. അതിൽ എൻ്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ പിടിച്ചു വച്ചൊരു സംഭവം എന്ന് വെച്ചാൽ, ബഹുമാനപ്പെട്ട പനക്കലച്ചൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് ഒരു വ്യാഴാഴ്ച ദിവസം അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു, തങ്കച്ചനെ കർത്താവ് തൊടുന്നു. ഈ സമയം 2 ദിവസം ബുധൻ വ്യാഴ ദിവസങ്ങളിൽ പറഞ്ഞു. അതെൻ്റെ ജീവിതത്തെ വല്ലാണ്ട് സ്പർശിച്ചു. ആ ഒരു നിമിഷം കൊണ്ട് അച്ഛനെ പറഞ്ഞ സമയത്ത് ഞാൻ ഈ ലോകത്തിൽ നിന്നും എടുക്കപ്പെട്ടു. അത് ഞാൻ തന്നെയാണെന്നൊരു വിശ്വാസം ദൈവാനുഭവം ഉണ്ടായി. ആ സമയത്ത് ദൈവം എന്നെ തൊടുന്നതും ഞാൻ ഏതോ ഒരു മാസ്മരിക ലോകം, എനിക്ക് അങ്ങനെ പറഞ്ഞ അറിയത്തുള്ളൂ, ഈ ലോകം വിട്ട് ഏതോ ഒരു മാസ്മരിക ലോകത്തിലേക്ക് പറഞ്ഞു നടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ഞാൻ കടന്നുപോയി. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് എനിക്കൊരു സുബോധം കിട്ടുന്നത്. ഞാൻ ഈ ലോകത്തിലുണ്ട്, ഞാൻ ധ്യാനഹാളിലാണെന്നൊക്കെ അറിയുന്നത്. അതെന്നെ വളരെ അത് എന്തൊക്കെ സംഭവിച്ചു എന്ന് ഇപ്പോഴും വിവരിക്കാനാവാത്ത ഒരു ദൈവാനുഭവം. അതങ്ങനെ മുമ്പോട്ട് പോയി 4 ധ്യാനങ്ങളായി. അപ്പോ ഈ 4 ധ്യാനങ്ങളിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. 4 ധ്യാനം കൊണ്ട് യേശു ആരാണെന്ന്, അവന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു തരാൻ കഴിയുമെന്നും, ഒരു ദൈവം എന്നുള്ള നിലയ്ക്ക് തൻ്റെ മകനെ സ്നേഹിക്കാനും കൊണ്ടു നടക്കാനും ഇഷ്ടപ്പെടാനൊക്കെ കഴിവുള്ള ഒരു ദൈവത്തെ കാണിച്ചു തന്നു. ആദ്യത്തെ ധ്യാനത്തിൽ വെച്ച് കൊച്ചു സുഖപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കൈയോർത്തി കാണിച്ചു പറയും, പ്രൈസ് ദി ലോർഡ്, അവിടെ തീർന്നേനെ. കാരണം എൻ്റെ കഴിഞ്ഞ ആത്മീയ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കും, രോഗശാന്തി കിട്ടും, പിന്നെ ഇല്ല. അന്നൊരു സാക്ഷിയൊക്കെ പറഞ്ഞു പോകുന്നല്ലാണ്ട് ആത്മീയ ജീവിതത്തിലില്ല. പക്ഷെ ഈശോ എൻ്റെ കാര്യത്തിൽ ചെയ്തത്, ഈ 4 ധ്യാനത്തിൽ വെച്ച് ഈശോയെ വിട്ടുപിരിയാത്ത ഒരു സ്നേഹബന്ധത്തിലേക്ക് ഈശോ വളർത്തി. ഒരിക്കലും അവനെ പിരിയാൻ തോന്നാത്തൊരു സ്നേഹബന്ധം, അതെനിക്ക് പറയാനുള്ളത്. അതിനുശേഷം 5ാമത്തെ ധ്യാനം കോട്ടയം ആശ്രമത്തിലാണ്. ഈ കൊച്ചിങ്ങനെ ഇരിക്കുക. ഞാൻ ആ ബഹുമാനപ്പെട്ട ആന്റണി പയ്യപ്പിള്ളിയച്ഛൻ്റെ ശുശ്രൂഷയാണ്, ആന്തരിക സംഖ്യതയാണ്. കൊച്ചിനെ കൊണ്ട് കാണിച്ച അച്ഛനോട് പറഞ്ഞാൽ, കൊച്ചു മരിക്കാൻ പോവച്ച, ഇവ മരിച്ചാൽ ധ്യാനകേന്ദ്രം വിട്ടുപോകത്തില്ല, 4 ധ്യാനം വഴി വേനില് അച്ഛൻ പ്രാർത്ഥിക്കണേ. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയാ പറഞ്ഞത്, യോഹന്നാൻ 11:40, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. ഞങ്ങൾ ഹാളിലേക്ക് പോയി ധ്യാനം തുടങ്ങി. 4 ദിവസം കഴിഞ്ഞു. 5ാമത്തെ ദിവസം
5 ദിവസം കഴിഞ്ഞ് 5-ാമത്തെ ദിവസം വൈകിട്ട് ആരാധനയാണ്. 5അല്ലല്ലോ, 6-ാമത്തെ ദിവസം ആരാധനയാണ്. ആരാധനയുടെ സമയത്ത് കൊച്ചിനെ മാത്രമല്ല ശാന്തിയില്ല. അച്ഛൻ ഒത്തിരി ആൾക്കാരുടെ പേരൊക്കെ പറയുന്നുണ്ട്. ഇന്നയാളെ കർത്താവ് കൊടുന്നു, തളർവാതിലൊക്കെ എഴുന്നേക്കുന്നു. എന്നിട്ട് ശുശ്രൂഷ അവസാനിക്കും. ഒരു ദിവസം ധ്യാനം കഴിഞ്ഞാൽ ഞങ്ങൾ പോലും വേറെ ഒന്നുമില്ല, ഒരു കുർബാന മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഹൃദയത്തില് ഈ കുഞ്ഞിനെ ഓർത്തു. അച്ഛൻ ഓർത്തു, ആ കൊച്ചിനെ മാത്രം ഈശോ തൊട്ടിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തിരുവോസ്തിരൂപനായിട്ട് ആഗതനായിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി. അച്ഛൻ ചോദിച്ചു, കർത്താവേ, നീയല്ലേ ആ സോറിയാസിസ് രോഗി അരുണിനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്? നീ പലരുടെയും പേര് ചൊല്ലി അനുഗ്രഹിച്ചു, എഴുന്നേൽപ്പിച്ചു, സുഖപ്പെടുത്തി. പക്ഷെ നീ ആ കുഞ്ഞുമകന്റെ പേര് മാത്രം എന്നിലൂടെ സംസാരിച്ചില്ലെന്ന് ബഹുമാനപ്പെട്ട ബൈബിൾ അച്ഛൻ പറയുക. എനിക്ക് വാക്ക് കിട്ടുന്നില്ല, അത് അടുക്കളയ്ക്കാണ് മുഴുവൻ. അച്ഛൻ ആ സമൂഹത്തെ നോക്കി 490 പേരെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടില്ലേ മരണാസന്നനായ കുഞ്ഞുമകൻ അരുണിനെ? നമ്മുടെ കർത്താവ് ഇതുവരെയും അവനെ സുഖപ്പെടുത്തിയില്ല. എന്നാൽ അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. എഴുന്നേക്കാൻ പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റു. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒരു ദൈവാനുഭവം എന്ന് വെച്ചാൽ, ഈ 490 പേരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ആന്തരിക സൗഖ്യ ആരാധന, പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷ, രോഗശാന്തി ആരാധനയൊക്കെ ഒരുമിച്ച് നടക്കുന്നത്. ഈ ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ തീഷ്ണതയിൽ എല്ലാവരും ഒക്കെ തന്നെ ആത്മാവിൽ നിറഞ്ഞാൽ നിൽക്കുന്നത്. ഈ സമയത്താണ് അച്ഛൻ ദൈവത്തെ വിളിക്കാൻ പറയുന്നത്. അപ്പോൾ ഈ തീഷ്ണതയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ആത്മാക്കളെല്ലാം ഈ കുഞ്ഞിന് വേണ്ടി നിലവിളിക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ആന്റണി ബൈബിൾ അച്ഛനെ വിളിച്ചു പറയുന്നു, അരുണിനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു. അതൊരു അവിടെ ആഴമായ ഒരു സ്തുതിപ്പും സ്ത്രീകളൊക്കെ നെഞ്ചത്തടിച്ചുള്ള കരച്ചിലും അറുമാറ് തൊട്ടെന്ന് പറഞ്ഞപ്പോ അവരെല്ലാം കണ്ടോണ്ട് ഈ കുഞ്ഞിനെ. അപ്പോ ആ തീഷ്ണത, ആ സ്തുതിപ്പ്, ബഹളം ഈശോ അവനെ സുഖപ്പെടുത്തുക. ഞാനിങ്ങനെ വിചാരിച്ചവൻ സുഖപ്പെട്ട് കാണുന്നു. അവനെ കാണുമ്പോൾ അവനെ യാതൊരു മാറ്റമില്ല, അവൻ അങ്ങനെ ഇരിക്കാം. രാത്രിയിൽ ഒരു 9:30 ഞാൻ ഭക്ഷണം കഴിഞ്ഞൊക്കെ കിടത്തി അവനെ ആ ചീഞ്ഞ് ഇരിക്കുന്ന, അഴുകിയിരിക്കുന്ന, വിണ്ടുകിരിക്കുന്ന അവസ്ഥയിൽ മരണവായു ഇരിക്കുന്ന പോലെയൊക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം തൊട്ട് കൊടുക്കും. വെള്ളമൊന്നും ഇറക്കത്തില്ല, കാരണം എല്ലാം ചുണ്ടെല്ലാം കീറി, ശ്വാസമൊന്നും കിട്ടുന്നില്ല. കണ്ണൊക്കെ ഇങ്ങനെ ഈ പുരികമെല്ലാം പോയി, അവൻ്റെ കണ്ണടയത്തില്ല. അപ്പോൾ കണ്ടാൽ തന്നെ സഹിക്കാൻ പറ്റില്ല. അവൻ അങ്ങനെ തന്നെ കിടക്കുക. അപ്പോൾ ഓരോ ദിവസം കാവലിരിക്കും. ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന മായ അവളെ ഒരിക്കലും ഓർക്കും മറക്കാൻ പറ്റില്ല. ആ മായാണ് ഈ കൊച്ചിനെ നോക്കിക്കൊണ്ടിരുന്നത്. വേറെ ആരും കൊച്ചിനെ തൊടുപോലത്തില്ല. അവളെ സ്നേഹപൂർവ്വം കൊച്ചിനെ ഇങ്ങനെ തലോടി തഴുകി കൊണ്ടുവന്നു. അവള് കാവലിരുന്ന്, ഭാര്യ അങ്ങനെ ചാരിയിരുന്ന് വർത്താനം പറഞ്ഞു. സംഭവിച്ചെന്ന് വെച്ചാൽ ഈശോ അവരെ രണ്ടുപേരെയും എന്താ പറയാ ഉറക്കുന്നില്ല, ഗാഢ നിദ്രയിലാഴ്ത്തി. യാദാമിന്റെ ഭാര്യയിലൂരി ഹവായ സൃഷ്ടിച്ചു പറഞ്ഞ പോലെ ഉറക്കിപ്പോയി. ഇവര് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ നേരം വിളിച്ചു. സ്വാഭാവികമായിട്ട് അങ്ങനെ ഇരിക്കത്തില്ല, ക്ഷീണം തോന്നുമ്പം പോയി കിടക്കും. ഇതങ്ങനെ ഇരുത്തി ഈശോ. കാരണം ഈശോ നൽകാൻ പോകുന്ന സൗഖ്യം കണ്ണുകൊണ്ട് കാണരുത്. നേരം വെളുത്തപ്പോൾ കൊച്ചു ഉണങ്ങി ആ വിണ്ട് കീറിയ ചാലുകളൊക്കെ പാടമില്ല എന്ന് പറയാം, അതെല്ലാം ഉണങ്ങി കരിഞ്ഞിട്ട് കല്ല് കെട്ടിട്ട് സിമെന്റ് പോയിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ കറുത്ത പൊട്ടിൽ നിന്ന് ആ ഹോൾ ബോഡി നിറയെ ഉണങ്ങി കരിഞ്ഞു. അപ്പൊ ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അവല് പോലെ തൊലി കൈ കെട്ടുമായിരുന്നു. അങ്ങനെയാണ് തൊലി ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ പ്രഭാതത്തിൽ അവന്റെ ശരീരത്തിൽ ഒരു തൊലിയുടെ കഷ്ണം പോലും ഇല്ലാതെ പരിപൂർണമായിട്ട് ബെഡ്ഷീറ്റിൽ അളർന്ന് കിടക്കുക. അതൊരു മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാനാവാത്ത, ഏത് ബുദ്ധി രാക്ഷസന് പോലും ചിന്തിക്കാനാവാത്ത ഒരു ദൈവാനുഭവമായിരുന്നത്. അപ്പൊ അച്ഛൻ എന്നെ പേര് ചൊല്ലി വിളിച്ചു, എന്നെ ഈശോ തൊട്ടു, കൊച്ചിനെ കർത്താവ് തൊട്ടു, കൊച്ചിന് പ്രകടമായ രോഗശാന്തി. ഞാനിനി അങ്ങനെ തീഷ്ണമതിയാവാതിരിക്കും.
അപ്പോ ഇത്രയും തീക്ഷ്ണമായിട്ട് നവീകരണത്തിലേക്ക് വരാനും ഇതിൽ നിലനിൽക്കാനും സാധിച്ചത് തീർച്ചയായും അത്തരം ഒരു അനുഭവം തന്നെയാണ്. നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡുകളിലൂടെ വീണ്ടും ഈ ജീവിതാനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇത്രയും തീക്ഷ്ണമായി വളർത്താൻ ദൈവം തെരഞ്ഞെടുത്ത വഴികളെ കുറിച്ച് കാണാം, അറിയാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.